പ്രിയപ്പെട്ടവരെ, വിജ്ഞാന വികസനം തുടരട്ടെ, സോദരത്വം പുലരട്ടെ എന്ന സന്ദേശവുമായി ഗ്രന്ഥശാലകൾ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും കാസർഗോഡ് ജില്ലയിലെ പീലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കൊടക്കാട് നാരായണ സ്മാരക ഗ്രന്ഥാലയത്തിൻ്റെ ഹൃദയം നിറഞ്ഞ റിപ്പബ്ലിക് ദിന ആശംസകൾ. ഈ റിപ്പബ്ലിക് ദിന ആഘോഷത്തിലേക്ക് ഡോക്ടർ ജിനേഷ് കുമാർ എരമം എഴുതിയ ഒരു കവിത ആലപിക്കുന്നത് രമ്യ. സ്വതന്ത്ര ഭാരത റിപ്പബ്ലിക്കിൽ വിജയ പതാകകളോരോന്നായി ഉയർന്നു പാറും കേരള നാടിൻ കഴിഞ്ഞ കഥകൾ മറക്കരുതേ. നിറഞ്ഞു നിൽക്കണമോർമ്മകളിൽ പുതുചരിത്രമെഴുതിയൊരിന്നലകൾ, വിമോചനത്തിൻ പാട്ടുകൾ പാടി കടന്നു വന്നൊരു കനൽ വഴികൾ, വരിഞ്ഞു മുറുകുമനാചാരത്തിൻ വിലങ്ങിൽ വിങ്ങിയ സോദരിമാർ, അടുക്കളത്തടവറയിൽ നിന്നും അരങ്ങിലെത്തിയ നാൾ വഴികൾ, പുഴുക്കൾ പോലെ ഇഴഞ്ഞവരല്ലോ മനുഷ്യരായി തല നീർത്തി, അയിത്തമടിമത്തങ്ങൾ നീങ്ങി സമത്വമൊരു പുതുവഴി വെട്ടി, ഇരുട്ടു നീക്കി നവോത്ഥാനത്തിൻ വെളിച്ചമേകി ഒരു വചനം. ഒരമ്മ പെറ്റവ സോദരർ നമ്മൾ മറന്നു പോകരുതാലിഖിതം. നമുക്കു വേണ്ട മതദ്വേഷങ്ങൾ, സമുദായത്തിൻ ഭേദങ്ങൾ, നമുക്കു വേണ്ടത് സോദരഭാവം, മനുഷ്യരെന്ന മഹാബോധം. അയ്യങ്കാളിയും അയ്യാവും ചട്ടമ്പിസ്വാമിയും ഒരുപോലെ പകർന്നു നൽകിയ സന്ദേശം, മനുഷ്യജാതി മനുഷ്യത്വം. എഴുത്തു വായന പുസ്തകമിവയിൽ കുരുത്ത ചിന്തകൾ ഭാവനകൾ, കരുത്തു നൽകിയ നാളിൽ നമ്മൾ പടുത്തു പുതിയൊരു സംസ്കാരം. തഴച്ചു നിന്നൊരനാചാരങ്ങൾ, അന്ധത മുറ്റിയ വിശ്വാസം, അറുത്തു മാറ്റിയ നാടിതു വീണ്ടും ഇരുട്ടിലേക്ക് കുതിക്കരുതേ. അറിവാണല്ലോ നമ്മെ നയിച്ചത്, അറിവാണീകി സ്വാതന്ത്ര്യം, അറിവിൽ നിന്നു ലഭിക്കുന്നതുവരെ അറിയാതുള്ളോരാനന്ദം. എപ്പോഴും എവിടെയും ഉണ്ടാകട്ടെ പുസ്തകമെന്നൊരു ചങ്ങാതി. എത്ര തിരക്കാണെന്നാലും അവ ഇത്തിരി നേരം വായിക്കാം. വിജ്ഞാനത്തിൻ സമ്പത്തിൽ പുത്തൻ കേരളമുയരുമ്പോൾ ഒപ്പം നിന്നു പടുക്കാം